ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിയായി മാറിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കനാണ്. അത് ഞാനും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിവിടെ ഒരു 1.25 കിലോ വലുപ്പമുള്ള തൂക്കമുള്ള ഒരു ചിക്കൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മാംസമുള്ള ഭാഗങ്ങളൊക്കെ നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇത് കാണിച്ചിരിക്കുന്നത് പോലെ. ഇനി നമുക്കിതിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇത്തിരി സ്പൈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയത് അരിഞ്ഞത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വലിയൊരു നാരങ്ങ നീര് പിഴിഞ്ഞെടുത്ത്, പിന്നെ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെള്ളം ഇതിലൊഴിക്കുന്നില്ല, അതിന് പകരം വെളിച്ചെണ്ണയാണ്. ഇതെല്ലാം ചേർത്ത് ആ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കനിലേക്ക് ഇത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ആ വരഞ്ഞു വെച്ച ഭാഗങ്ങളൊക്കെ നല്ലോണം ചേർത്ത് തേച്ച് മൊത്തത്തിലൊന്ന് മസാല പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിനെ എടുത്ത് വയ്ക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും വേണമെന്നില്ല, ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി. അതിനുശേഷം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ അടിഭാഗത്ത് കുറച്ച് ഉപ്പ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീട്ടിൽ നാട്ടിലാണെങ്കിൽ വാഴയില കിട്ടും. വാഴയില വെട്ടി അതിൻ്റെ അകത്ത് ഇറക്കി വെച്ച് കൊടുക്കുക. വാഴയില കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന അലുമിനിയം ഫോയിലാണ്, അതിലെടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് അതിലിറക്കി വയ്ക്കണം. അപ്പോൾ ചിക്കൻ്റെ കാല് ഞാൻ ഇതിനകത്ത് കെട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇരിക്കണം. സൈഡിലൊക്കെ തട്ടിയിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാലൊക്കെ ഒന്ന് കെട്ടി അതിൻ്റെ അകത്തേക്ക് നല്ലോണം ഇറക്കി വെച്ചു. അതിനുശേഷം നമുക്കത് മൂടി വയ്ക്കാം. അത് മൂടുമ്പോൾ അതിൻ്റെ വിസിലും ഊരി മാറ്റി വയ്ക്കുക, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 40-45 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ തയ്യാറായി. ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത്, നമ്മൾ നോർമലി തന്തൂരി ചിക്കൻ, ഗ്രിൽ ചിക്കനൊക്കെ ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് ചെന്ന് നോക്കി മറച്ചിട്ടൊക്കെ നോക്കി അല്ലെങ്കിൽ കരിയാതൊക്കെ നോക്കണം. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് കുക്കറിൽ ഇറക്കി വെച്ചാൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ചെന്ന് എടുത്താൽ മതി. വേറെ അഡീഷണൽ എഫർട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷവായ് ചിക്കനും തന്തൂരി ചിക്കനൊക്കെ സ്വന്തമായി വീട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. താങ്ക് യു.